എന്നും സ്കൂളിൽ വിട്ട് കല്യാണി വരുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളും വരും കേട്ടോ കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ കല്യാണിനെ പഠിപ്പിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ കളിക്കാനായിട്ട് വിടും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഈ ഒരു പ്രായത്തിൽ ഞങ്ങളൊക്കെ എത്ര അടി കൊണ്ടിരിക്കുന്നതെന്ന് അറിയോ ചെറുപ്പത്തിലേക്ക്. അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോകും. അച്ഛനൊക്കെ ചിലപ്പോൾ വരും, നമ്മൾ ഇരുട്ടാവും ചിലപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ അച്ഛനൊക്കെ വടി പിടിച്ച് നിൽക്കും, ചിലപ്പോൾ നല്ല വട കിട്ടും, അങ്ങനെയൊക്കെ. അപ്പോൾ കളിക്കാൻ കുട്ടികൾ കളിക്കണം, പഠിപ്പ് പഠിപ്പ് എന്ന് മാത്രമല്ലല്ലോ. അപ്പോൾ അവർ വരുമ്പോൾ കല്യാണിക്കും ഭയങ്കര ഹാപ്പിയാണ്, കണ്ണനും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ വിളക്കൊക്കെ വെക്കുന്ന സമയത്ത് മിക്കപ്പോഴും അവർ ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണൻകുട്ടീനെ ചെയറിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ദിവസം ഇരുത്തിയപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. പിള്ളേരെ കാണുമ്പോഴും അവരുടെ കൂടെ കളിക്കാൻ, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവരവിടെ ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഭയങ്കര അവരുടേതായ കളികളില്ലേ, അങ്ങോട്ട് മറിച്ചിട ഇങ്ങോട്ട് മറിച്ചിട അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഓരോ കളികൾ. കണ്ണൻ അത് കണ്ടിട്ടാണെങ്കിൽ ചിരിച്ചിട്ട് അവന് ബോധമില്ല. അവൻ ഭയങ്കര ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഞാൻ ഇടയ്ക്കൊക്കെ വിചാരിക്കും കേട്ടോ കണ്ണൻ്റെ സ്കൂളിലേക്കൊക്കെ കണ്ണനെ കൊണ്ടുപോകണം. പിന്നെ ഞാൻ കണ്ണനെ സ്കൂളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഓരോ പീരീഡ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു സമയമൊക്കെ ചിലപ്പോൾ നഷ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ ക്ലാസ്സുള്ള ദിവസങ്ങളിൽ കണ്ണനെ അങ്ങനെ കൊണ്ടുപോകാത്തത്. പിന്നെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എനിക്ക് കൊണ്ടുപോകാനായിട്ട് ഇഷ്ടമാണ്. ചില ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ പോകാൻ പറ്റാണ്ടിരിക്കാറുണ്ട്. അപ്പോൾ അവനിങ്ങനെ കുട്ടികളുടെ കാര്യങ്ങളും കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കല്യാണിനെ അങ്ങനെ ആൾ വലിയ കാര്യമാക്കി എടുത്തില്ല, എന്നാലും കല്യാണി ഇങ്ങനെ ഓരോ കുറുമ്പുകളും എന്തെങ്കിലുമൊക്കെ ഗോഷ്ഠികളൊക്കെ കാണിച്ച് നടക്കുമ്പോൾ അതും അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഇത് കാണാനെന്ന് പറഞ്ഞാലേ ശരിക്കും അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. അവന് ചിരിച്ചിട്ട് ബോധം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. എനിക്കങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും അവൻ്റെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ ഞാൻ എങ്ങനെയോ ഇരുന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അത് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, തലയൊക്കെ നേരെയൊക്കെ പിടിച്ച് ചേക്കളൊക്കെ ശരിക്കും ഒക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അവൻ അങ്ങനെയാണ്, അവന് സന്തോഷം വന്നു കഴിഞ്ഞാൽ അവനെല്ലാം അവൻ്റെ ബോഡി അവൻ തന്നെ കൺട്രോൾ ചെയ്യുന്നുള്ള ഒരു പോലെയൊക്കെയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പി ഒരു ഈവനിങ് ആയിരുന്നു.